Hi, dear students. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ ലോജിക്കൽ ഓപ്പറേറ്ററും ട്രൂത്ത് ടേബിളും എന്താണെന്നാണ് പറഞ്ഞത്. ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ കുറേ എക്സാമ്പിളുകൾ നിങ്ങളുടെ തന്ന നോട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സാമ്പിൾസാണ് ഇതിൽ പറയുന്നത്. ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ജസ്റ്റ് പറയാം. വളരെ ഈസിയാണ്, എങ്കിലും അത് പറയാതെ പോവേണ്ടെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ആദ്യം വരുന്നത് യൂണിയറി ഓപ്പറേഷൻ ആയ നെഗേഷനാണ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പി എന്താണോ ആ പി നേരെ നെഗേഷനാണ്. അടുത്തത് പറയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറഞ്ഞു. പി എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്, മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുന്നതാണ് പി. അങ്ങനെ നമുക്കറിയാം നെഗേഷൻ പറയുമ്പോൾ എപ്പോഴും ഒറ്റൊരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ നേരെ ഇതിൻ്റെ തിരിച്ചിട്ട് പറയുക, അതായത് മാത്തമാറ്റിക്സ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചതാണ് എന്ത്, നെഗേഷൻ, നോട്ട് ഇൻട്രസ്റ്റിംഗ്. ആ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷാണ്, ഏത് തരത്തിൽ വേണമെങ്കിലും പറയാം, മീനിങ് ഒന്നായാൽ മതി. മറ്റേത് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ് ഉള്ളവർ, അതങ്ങനെയാണെങ്കിൽ മറ്റെന്താണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ, ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം, മീനിങ് അതായാൽ മതി. അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ 3 തരത്തിൽ കണ്ടൊന്ന് മാത്തമാറ്റിക്സ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാത്തമാറ്റിക്സ് ഈസ് അൺഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് നോട്ട് കേസ് ദാറ്റ് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ്, ഇത് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുടെ കേസാണ് എന്നാണ് പറയുന്നത്. 3 തരത്തിൽ പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് നെഗേഷൻ ബി ഇങ്ങനെയെല്ലാം എഴുതാം. അപ്പോൾ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് മീനിങ് ആണ്. നമുക്ക് നെഗറ്റീവ് മീനിങ് കിട്ടിയാൽ മതി. അതേ ഒരു ഇംഗ്ലീഷിന് അതിനൊരു പ്രാധാന്യമില്ല, അതിന് മീനിങ് ഫുൾ ആയാൽ മതി. അതാണ് മാത്തമാറ്റിക്സ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. മാത്തമാറ്റിക്സ് അൺഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് കേസ് ദാറ്റ് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ്, മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുടെ കേസ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും 3 തന്നെ ഒരേ മീനിങ് ആണ്. ഇങ്ങനെയാണ് നെഗേഷൻ്റെ എക്സാമ്പിൾ പറയാം. അതേസമയം അടുത്തത് ബൈനറി ഓപ്പറേറ്റർ. വേറൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. ലെറ്റ് പി ഈക്വൽ 2 + 3 > 1. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാണ് പി എന്ന് പറഞ്ഞാൽ 2 + 3 > 1 ആണ്. അങ്ങനെ നെഗേഷൻ എന്ന് പറയുമ്പോൾ അതിന് നേരെ തിരിച്ച് വരുന്നത് ലെസ് ഗ്രേറ്റർ ദാൻ എന്നുള്ള എന്താവും, ലെസ് ദാൻ ആവും. അവിടെ പിന്നെ എക്സ്ട്രാ ഒരു സൈനും കൂടി ഉണ്ട്, ഈക്വൽ ടു അവിടെ യൂസ് ചെയ്തില്ല. അപ്പോൾ ഈക്വൽ ടു കൂടി ഡിനോട്ട് ചെയ്യും. അപ്പോൾ അടുത്ത് നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ 2 + 3 > 1. പിന്നെ അടുത്ത് പി ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എന്നാണ് സെൻസ്. അങ്ങനെ നെഗേഷൻ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് കോൾഡ്, കോൾഡ് അല്ല എന്നാണ് അർത്ഥം. കോൾഡ് അല്ല എന്ന് പറഞ്ഞാൽ അതിന് പകരം നമുക്ക് ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്, ഹോട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല, കോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് കോൾഡ് അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്ത് ബൈനറി ഓപ്പറേറ്ററാണ്. അതിൽ ആദ്യം കൺജങ്ഷൻ പറയാം. കൺജങ്ഷനിൽ നമുക്കറിയാം 2 വേരിയബിളാണ് പിയും ക്യൂവും. അതിൻ്റെ കൂടിച്ചേരലുകളാണ് ബൈനറി ഓപ്പറേറ്റർ. കൂട്ടിച്ചേർക്കൽ, ഓറും ആൻഡും അങ്ങനെയൊക്കെയുള്ളതാണ് ബൈനറി ഓപ്പറേറ്റർ. അതിൽ ഫസ്റ്റ് കൺജങ്ഷനാണ്. ലെറ്റ് പി ഇറ്റ് ഈസ് സ്നോയിങ്. ക്യൂ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്നോയിങ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ കോൾഡാണ്. അപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ മാത്രം മതി. ഇറ്റ് ഈസ് സ്നോയിങ് ആൻഡ് ഐ ആം കോൾഡ്. അതാണ് കൺജങ്ഷൻ. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയാലും അതുപോലെയാണ് എഴുതേണ്ടത്. അടുത്ത ഡിസ്ജങ്ഷനാണ്. പി ഈക്വൽ ടു 5 + 8 = 13. ക്യൂ ഈക്വൽ ടു 13 ഈസ് എ റാഷണൽ നമ്പർ. 2 സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 5 + 8 = 13 ഓർ 13 ഈസ് എ റാഷണൽ നമ്പർ. ഓർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പി ഓർ ക്യൂ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയേണ്ടത്. അതായത് 5 + 8 = 13 ഓർ 3 ഈസ് എ റാഷണൽ നമ്പർ. എക്സ്ക്ലൂസീവ് ഓറാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ, ലെറ്റ് പി ഈക്വൽ 9 > 4 ആൻഡ് ക്യൂ ഈക്വൽ 5 + 1 = 6. പി എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്യൂ ആണ്. പി എക്സ്ക്ലൂസീവ് ക്യൂ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ക്യൂ > 4 ആവാം, ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 5 + 1 = 6. ഒന്നെങ്കിൽ അതാവാം അല്ലെങ്കിൽ ഇതാവും. പക്ഷേ ബട്ട് നോട്ട് ബോത്ത് രണ്ടും കൂടി വരില്ല. അതായത് നമുക്കറിയാം എക്സ്ക്ലൂസീവ് ഓറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം, ട്രൂത്ത് ടേബിൾ പ്രകാരം 2 ഫാൾസ് ആണെങ്കിലും
രണ്ടും ട്രൂ ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ഓറിൻ്റെ കേസിൽ എക്സാമ്പിൾ പ്രകാരം ഒന്നുകിൽ 9 > 4 സംഭവിക്കും, അല്ലെങ്കിൽ 5 + 1 = 6 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കും. പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയിരിക്കും. അതുകൊണ്ട് രണ്ടും കൂടി ഒപ്പം പിന്നെ നോട്ട് മോർ രട്ടും ഒരുപോലെ വരില്ല. അതാണ് എക്സ്ക്ലൂസീവ് ഓറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അങ്ങനെയുള്ള രൂപത്തിലാണ് എക്സ്ക്ലൂസീവ് ഓർ വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എക്സാമ്പിൾ കണ്ടെത്തി എഴുതുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.